Guys, welcome back to my channel. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് സീരീസ് 9ന്റെ ക്വാളിറ്റി ഉള്ള സ്മാർട്ട് വാച്ചുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് GTABന്റെ സീരീസ് 9 AMOLED വന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ HainoTekoന്റെ H9 Pro Max എന്ന് പറയുന്ന ഒരു സീരീസ് 9 തന്നെ വാച്ച് AMOLED ഡിസ്പ്ലേ ഉള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് എങ്ങനെ ക്വാളിറ്റിന്റെ ഉള്ളിൽ എന്തെല്ലാം ഉള്ളതെന്നെല്ലാം നമുക്ക് കാണാം. നേരെ വീഡിയോയിലേക്ക് അടുക്കുന്നതിന് പിന്നെ എന്താക്കണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടുക്കാം. ഹൈനോടെക്കോ ജർമ്മനിന്റെ H9 Pro Maxന്റെ ഷോർട്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ അൺബോക്സിങ് വീഡിയോ ഇട്ടാത്ത എന്തെങ്കിലും ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ബോറടിപ്പിക്കണ്ടല്ലോ എന്നറിഞ്ഞിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ചോദിക്കുന്നുള്ള അതിൽ എന്തെല്ലാം വരുന്നുള്ള അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇത് ഫസ്റ്റ് ഇത് നമുക്ക് പൊളിച്ചു നോക്കാം, എന്നിട്ട് ആ GTAB പൊളിക്കട്ടോ. ഇതിൽ വരുന്നത് ഒരു യൂസർ മാനുവൽ, പിന്നെ അതേപോലെ തന്നെ ഒരു വയർലെസ് ചാർജിങ്, പിന്നെ അതേപോലെ തന്നെ ഒരു സ്ട്രാപ്പ്, പിന്നെ അതേപോലെ തന്നെ വേറൊരു ടൈപ്പ് സ്ട്രാപ്പ് കേട്ടോ. ഇത് സിലിക്കോൺ സ്ട്രാപ്പാണ്, ഇത് മെറ്റീരിയൽ ടൈപ്പാണ്, ലൂപ്പ് എന്നറിയുന്നത്. ഇത് നല്ലുണ്ട്, അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്ട്രാപ്പാണ് കേട്ടോ, നല്ല ഹെവി ക്വാളിറ്റി, സ്ട്രെച്ചബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ ഇതാണ് വാച്ചിൽ ബാക്കിൽ സ്വിച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ HainoTeko എന്ന്. എന്താണെന്ന് പറഞ്ഞാൽ ഇത് അടിപൊളി സാധനമാണ്, ക്വാളിറ്റി ഒരു കോംപ്രമൈസും ഇല്ല, നല്ല ക്ലാരിറ്റി ഉണ്ട്, ഡിസ്പ്ലേ എല്ലാം നല്ല അടാറ് ക്ലാരിറ്റി ഉണ്ട്. ഹിന്ദി ലാംഗ്വേജ് വരെ ഉണ്ട് കേട്ടോ, ഇംഗ്ലീഷ് ഹിന്ദി എല്ലാം ഉണ്ട്, ഒരുപാട് ലാംഗ്വേജസ് സെറ്റാക്കിയിട്ടുണ്ട് ഇവർ കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ആക്കിയിട്ട് ഞാൻ കാണിച്ചു കേട്ടോ. സ്റ്റാർട്ട് പേരിങ് ഇപ്പോൾ വേണ്ട, പേരാക്കുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇതാണ് സാധനം. ഇതിൽ ഒരുപാട് ടൈപ്പ് വാൾപേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം ഞാൻ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ കമ്പയർ വീഡിയോ ആണ്. ഇതിലും ഒന്ന് വ്യത്യാസമുള്ളത് എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ അറിയിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഒന്ന് പൊളിച്ചു നോക്കാം നമുക്ക്. എന്ന് പറഞ്ഞാൽ GTABന്റെ 9 AMOLED കേട്ടോ, സീരീസ് 9 ആണ്, AMOLED ആണെന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ പാക്കിങ്ങും ഒക്കെയാണ്, നല്ല അടിപൊളി പാക്കിംഗ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് കൊടുത്തിട്ടുള്ള നമ്മൾ ഐഫോണിൻ്റെ സ്ട്രാപ്പ് മാതിരിക്കെ തന്നെ സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടാൽ ആരും വിചാരിക്കൂല ഇത് കോപ്പിയാണ്, അജാതി സാധനം ഒന്ന് തോന്നുന്നുണ്ട്. ഇതിലടങ്ങ് എഴുതിയിട്ടുണ്ടോ നോക്കട്ടെ GTAB എന്ന്. ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, GTAB എന്ന് മെയ്ഡ് ഇൻ ചൈന എന്നുള്ള മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. ഇതിനൊരു സ്ട്രാപ്പ് ഇട്ടിട്ട് ഇതുകൂടെ വെക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉള്ളത് നോക്കാം നമുക്ക്. സ്ട്രാപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബട്ടണില്ലേ, ഈ ബട്ടണിൻ്റെ സൈഡിലേക്കാണ് ഈ സാധനം ഇടേണ്ടത് കേട്ടോ. ഓക്കെ, ഈസിയാണ് സ്ട്രാപ്പ് ഇടാൻ. പിന്നെ അതേപോലെ തന്നെ സംഭവം ഇതിൽ ബോർഡറിൽ ഒരു ബ്ലാക്ക് ഇത് ടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വേറെ ടൈപ്പ് ഗ്രേഷ് ടച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫുൾ ബ്ലാക്ക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒറിജിനൽ ഏത് ടൈപ്പാണ് ഉള്ളതെന്ന് അറിയില്ല നമുക്ക്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്താ വരുന്നത് നോക്കട്ടെ. GTABൻ്റെ ഉള്ളിൽ വെറുതെ സ്ട്രാപ്പായിട്ട് കൊടുക്കൂല അവർ. ഇതിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ലൂപ്പ്, നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ലൂപ്പാണ് കൊടുത്തിട്ടുള്ളത്. പ്രൈസ് മാറ്റമുണ്ട് കേട്ടോ രണ്ടിനും. അതാ ഈ ലൂപ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇതിലൊരു വയർലെസ് ചാർജറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, വേറെ ഒന്നും ഉണ്ടാവില്ല. ഇതിലൊരു വയർലെസ് ചാർജർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു യൂസർ മാനുവൽ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ക്ലാരിറ്റി ഒന്ന് ചെക്ക് ചെയ്യട്ടെ നമുക്ക്. AMOLED ഡിസ്പ്ലേ ആണ്, അപ്പോൾ രണ്ടും ഒരേ ക്വാളിറ്റി ആയിരിക്കും കേട്ടോ, ഒരേ കമ്പനി ഇറക്കിയ സാധനങ്ങളായിരിക്കും, ഒന്നും മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇതിൽ GTAB എന്നും വരുന്നുണ്ട്, ഇതിൽ HainoTeko എന്നാണ് വന്നത് കേട്ടോ. സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല. FT8 സെയിം വാൾപേപ്പർ ഇതിലുണ്ടോ? വാൾപേപ്പർ ഇതിലുണ്ടോ നോക്കട്ടെ. ഇതുണ്ടല്ലേ, സെയിം വാൾപേപ്പർ ഇതിലില്ല, ഇതന്നായിരിക്കും ചിലപ്പോൾ. ഇതാണ് ഇതിൻ്റെ ക്ലാരിറ്റി കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടച്ച്, രണ്ടും ഒരേ ക്വാളിറ്റിയാണ്. പിന്നെ അതേപോലെ തന്നെ വാൾപേപ്പേഴ്സും ആൾമോസ്റ്റ് സെയിം ആണ്. നമ്മൾ ഫോട്ടോ വാൾപേപ്പർ ആക്കി വെക്കാൻ പറ്റും. അതിലെങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ എന്താക്കുന്നുണ്ട്, വേറെ വീഡിയോയിൽ ഉണ്ടാവും. ഒന്ന് ജസ്റ്റ് കയറി നോക്കിയാൽ മതി, അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഏത് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിയർ ഫിറ്റ് പ്രോൻ്റെ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാം ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കോളിംഗ്, നോട്ടിഫിക്കേഷൻ, നമ്മളെ ഫോട്ടോ, വാൾപേപ്പർ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ആൾവേസ് ഓൺ ഡിസ്പ്ലേ എല്ലാം ഓക്കെയാണ്. ഒന്നും കൂടി ഒറിജിനാലിറ്റി ഫീൽ ആക്കുന്ന ഈലാണ് കേട്ടോ.
ഇത് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇപ്പോൾ ഒറിജിനൽ പോലെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല ക്ലാരിറ്റി ഉണ്ട് സാധനം, അടാറ് ക്ലാരിറ്റി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ HK9 പ്രോനായിട്ട് റേറ്റും കൂടുതലാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒരു 100 ഞാൻ പ്രൈസ് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇത് ഹൈനോടെക്കോൻ്റെ H9 Pro Maxൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഞാൻ ആൾറെഡി ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞാൽ തന്നെ 100 dirhams ആണ്. 100 dirhamsന് ഫ്രീ ഡെലിവറി ആക്കി തരുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലാണ് കേട്ടോ. 130 dirhams ഉണ്ട്, 130 dirhams ഉണ്ട്. അത് വേർത്താണ്, ആ പ്രൈസിന് ഇത് വേർത്താണ്. അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എന്താക്കുക, ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കാര്യങ്ങൾ പ്രൈസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. കുറഞ്ഞ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. നല്ല അടിപൊളി ലുക്കുള്ള സാധനമാണ് കേട്ടോ. ലുക്ക് എന്ന് പറഞ്ഞാൽ ലുക്കിലൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ സ്വിച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു ഒറിജിനാലിറ്റി സ്ട്രാപ്പ് അത്ര തന്നെ നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം മറക്കണ്ട. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേരെ ബൈ.